ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ലൂമിക വെഡിങ്ങിന്റെ ആഘോഷത്തിലേക്കായി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ഞങ്ങളുടെ സ്വന്തം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ശ്വേത മേനോൻ ഇന്ന് ഈ സന്തോഷത്തിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു ബോളിവുഡ് ലുക്ക് ആവട്ടെ എന്ന് കരുതി ശ്വേതാജി. അപ്പൊ അതുകൊണ്ട് പാട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അപ്പോൾ SRKയുടെ സോങ്ങും പെർഫോമൻസും സീക്വൻസും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ശ്വേതാജി ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ബോളിവുഡിലും ഒരുപാട് ഫാൻസുള്ള ഒരുപാട് ആരാധകരുള്ള ഒരാളാണ്. പിന്നെ മലയാളത്തിൻ്റെതായപ്പോൾ ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങൾക്ക് പറയാം, അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറയാം, സ്നേഹത്തോടു കൂടി പറയാം. ലുക്കിംഗ് സോ ഗോർജിയസ് ആൻഡ് എപ്പോഴും കാണുന്ന പോലെ ഒരു മാറ്റമില്ല ശ്വേതാജിക്ക്. ഒരുപാട് സ്നേഹം നമുക്കിന്ന് ശ്വേതാജിയോടൊപ്പം തന്നെ ലൂമിക വെഡിങ്ങിൻ്റെ ഇതിനെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന വളരെ വളരെ സ്നേഹിക്കുന്ന ഡെഡിക്കേഷനോട് കൂടി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനെ കൂടി ഞാൻ ഈ ചടങ്ങിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്. ശ്വേതാജിയുടെ പെർമിഷനോട് കൂടി തന്നെ ഒരുപാട് സന്തോഷപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾക്കേറെ ബഹുമാനായിട്ട് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ലൂമിക വെഡിങ് ശ്രീ ബൈജു എടത്താളത്തിൽ നമുക്ക് അദ്ദേഹത്തെ നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ ഈ വേദിയിലേക്കായിട്ട് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാം. ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഞങ്ങളുടെ സ്വന്തം ശ്വേത മേനോൻ നമുക്കേറെ പ്രിയങ്കരായ ശ്വേത ചെയ്യുന്ന ലൂമിക വെഡിങ്ങിന്റെ ആഘോഷത്തിലേക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ശ്രീ ബൈജു എടത്താളത്തിൽ അദ്ദേഹം ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു. മറ്റെല്ലാ ഡയറക്ടേഴ്സിനെയും ഈ ചടങ്ങിലേക്കായി ഹൃദയപൂർവ്വം നമുക്ക് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ വിഷ്ണു ചെമ്മാട്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ലൂമിക വെഡിങ്ങിന്റെ ഡയറക്ടറായ മിസ്റ്റർ വിഷ്ണു ചെമ്മാടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ഷഫീഖ് പാച്ചായി, ഡയറക്ടർ ഷഫീഖ് പാച്ചായിയുടെ മഹനീയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ഷഫീഖ് പാച്ചായിയുടെ പ്രസൻസ് ഈ വേദിയിൽ പ്രതീക്ഷിക്കുകയാണ്. ഡയറക്ടറായ മിസ്റ്റർ സജിത് മമ്പുറം ദയവായി ഈ വേദിയുടെ ഭാഗമാകാനായിട്ട് ഞാൻ അദ്ദേഹത്തെ അഭ്യർത്ഥിക്കുകയാണ്. ഒട്ടനവധി വിശിഷ്ടാതിഥികൾ, സാംസ്കാരിക പ്രവർത്തകർ, പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ആദരവും അംഗീകാരവും ഒക്കെ ഏറ്റുവാങ്ങിയ അതിഥികളെല്ലാം നമുക്കിവിടെ കാണാം. നമുക്ക് ഡയറക്ട് ബോർഡിലുള്ള മിസ്റ്റർ ദിലീപ് കുമാർ സാർ പ്ലീസ് വെൽക്കം. അതെ, ദിലീപ് കുമാർ സാർ പ്ലീസ് വെൽക്കം. So let me invite Mr. Abbas Black City. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനത്തോടെ ഡയറക്ടറായിട്ടുള്ള അബ്ബാസ് സാറിൻ്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാം. ഇതെല്ലാവരും തന്നെ നമ്മൾ ഇന്ന് കാത്തിരുന്നത് പോലെ തന്നെ ചെമ്മാടിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ലൂമിക വെഡിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സാണ്. MDയും മറ്റെല്ലാ ഡയറക്ടേഴ്സും ഈ വേദിയിലേക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാനും ഒരു മലപ്പുറം കാര്യത്തിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് നമ്മൾ പറയില്ലേ, ഇത്രയും കടങ്ങളുടെ ഇടയിൽ ഒരു ലൂമിക വെഡിങ് സെൻറ്റർ, സത്യം പറഞ്ഞാൽ ഒരു കുടുംബസമേതം നമ്മൾ കയറിപ്പോയാൽ അവിടെ കിടു കളക്ഷൻസ് ആണ്. ആൻഡ് നമ്മൾ പോലെ ആർട്ടിസ്റ്റിന് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ഷോപ്സ് തുറന്നാലും അത് മതിയാവില്ല. നമുക്ക് എന്തായാലും കളക്ഷൻസ് വേണം. സോ നല്ല വെഡിങ് കളക്ഷൻസ് ഉണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. ആൻഡ് ഞാൻ ഈ എന്താ പറയുക, ഷോപ്പിൽ കയറിയിട്ട് എനിക്കും എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കാൻ. അതെ അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ ചെമ്മാട്. താങ്ക് യു എവ്രി വൺ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇത് കുറച്ച് പേർക്കുള്ള മൊമെന്റോസ് നമുക്ക് നൽകാനുണ്ട്, ആദരവ് നമുക്ക് നൽകാനുണ്ട്. അതിന് മുൻപായി ശ്വേതാജി ഒരു 2 സ്റ്റെപ്പ് മുന്നിലോട്ട് നിൽക്കാനായിട്ട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കുറേ അധികം ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്കൂൾ ടൈമും കോളേജ് ടൈമും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടികൾ കുറേ പേര് വന്നിട്ടുണ്ട്. എവിടെയൊക്കെ ആ സ്ഥലം ഉള്ളത്. ഇപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു ഗ്യാതറിംഗ് ഒരു ഈവനിങ്ങിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കുറേ പേര് പല ബിൽഡിങ്ങിന്റെ മുകളിലും പല സ്ഥാപനങ്ങളുടെ മുകളിലും ഒക്കെ ആയി എവിടെയൊക്കെയാണോ ഒത്തൊരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുക അവിടെ എല്ലാം ശ്വേതാജിയെ കാണാൻ വേണ്ടി കഴിഞ്ഞ കുറച്ചധികം സമയമായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് മാത്രം ചെയ്തിരിക്കരുത്, പഠിക്കണേ. അപ്പോൾ എന്തായാലും പഠിക്കണം. പിന്നെ നമ്മുടെ വലിയ ആൾക്കാർ, നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബം എല്ലാവരെയും നമ്മൾ മറക്കരുത്. എന്ത് ഇൻഫ്ലുവൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അതെ, അതൊരു വലിയ പാടാണ് ശ്വേതാജി പറഞ്ഞത്. സിനിമയിലെ കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അഭിനയിച്ച് കാണാൻ പറ്റുക. ഇതുപോലുള്ള സദസ്സുകൾ വരുമ്പോഴാണ് റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഇത് അതെ, അത് ക്യാരക്ടർ. അതെ. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് 2 ദൗത്യമുണ്ട്. ഒന്ന് നമ്മളുടേതായ ഒരു വ്യക്തിത്വം പുറത്തു വരണം. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറയണം. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഒരു മൊമെന്റിൽ നമ്മൾ
ഇന്നത്തെ ഒരു വിജയം നമ്മളിലേക്ക് എത്തിച്ചു ചേർത്ത ഗിവ് എന്ന് പറയുന്ന ഒരു വലിയ ജേർണി ആയിരുന്നു. അതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് ഇന്ന് ഫിദ സഫാനും അതോടൊപ്പം തന്നെ ഇർഫാനയുമാണ്. ലൂമികയുമായി ചേർന്നിട്ടുള്ള ആ ഗിവ് വിന്നേഴ്സിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ ഫിദന്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. ഫിദയാണ് എന്നെ ഈ ചടങ്ങിൽ വിളിച്ചത്. ത്രൂ മൈ ഫ്രണ്ട്, നമ്മൾ രണ്ടാളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. സോ താങ്ക് യു ഫിദ. അത് പേഴ്സണലി ആയിട്ട് ഞാൻ മറക്കൂല. അത് താങ്ക് യു സോ മച്ച്. ചെമ്മാടിൽ അങ്ങനെ എനിക്ക് ചെമ്മാട് വരാൻ പറ്റി, ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റി. താങ്ക് യു. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫിദ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചെമ്മാട് ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്, ലൂമിക വെഡിങ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്വേതാജി അങ്ങനെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന അടുത്ത ശബ്ദം എന്ന് പറയുന്നത് മുനീറിന്റെ ഫാറൂഖിന്റെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെ രണ്ടുപേരും ഒന്ന് ഫ്രണ്ടിലോട്ട് ഭായിമാരെ രണ്ടുപേരും വാന്നേ. ഒരുപാട് റീലുകൾ കണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആവുന്നത് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അത് അത്രയും ജെന്യുവൻ ആയിട്ടാണ് നിങ്ങൾ അത് ഒരുക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് പ്ലീസ്? ഹലോ, ഒരുപാട് സന്തോഷം. ലൂമിക വെഡിങ്സിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ, പിന്നെ നമ്മുടെ ശ്വേത ചേച്ചിയുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. താങ്ക് യു. നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടിയും സുന്ദരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ലൂമിക വെഡിങ് സെന്ററിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്ഷണിച്ച മാനേജ്മെന്റിന് നന്ദി പറയണം. പിന്നെ ഒപ്പം തന്നെ ആക്ടേഴ്സ് ശ്വേതാജിയെ കാണാൻ പറ്റിയത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു. കാരണം ഞങ്ങൾ കുറെ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് ഇറക്കാൻ ബിഗ് ബോസിൽ വന്ന് പോയിട്ടുള്ളൂ അല്ലേ? ഇപ്പടുത്ത് വന്നില്ലേ? അതെ. അപ്പൊ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ എല്ലാരും ഞങ്ങളെ കാണാൻ വന്നതാ അതോ ബല കാണാൻ വന്നതാ? എല്ലാവരും കാണാൻ വന്നതാണല്ലേ? സന്തോഷം. മൈക്കിന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ചിരിച്ചുപൊളി കുറിപ്പളെ ഈ പഞ്ച് ഡയലോഗ് കേൾക്കാനാണ് അവർ വെയിറ്റ് ചെയ്തത്. ഇതാണ് അതിന്റെ ഒരു ടാഗ് എന്ന് പറയുന്നത്. സോ ഒത്തിരി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇർഫാനെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഇവരെല്ലാവരും തന്നെ ഒരുപാട് പ്രേക്ഷകരുള്ള, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇവരുടെ ഒരു ട്രൂ ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി അത് ശ്വേതാജി തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഇതൊക്കെ കണ്ട് അത്രയും ഒരു റെസ്പെക്ട് തോന്നിയിട്ടാണ് പലരും ഈ മീഡിയയിലേക്കൊക്കെ വരുന്നത്. അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് നേരിട്ട് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പാണ് കിട്ടിയത്. എന്താ പറയാനുള്ള ഈ സമയത്ത് പ്ലീസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഇർഫാന കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. സോ ഈ ഒരു ലൂമിക വെഡിങ്ങിൻ്റെ ഒരു ഇനാഗുറേഷനിൽ ഒരു പാട്ടാവാൻ പറ്റുക, അതുപോലെ ശ്വേത മാം പോലെ ഒരാളുള്ള സ്റ്റേജിൽ ഒരു പാട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ് ആൻഡ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. സോ കീപ് ഗോയിങ്. താങ്ക് യു ഓൾ. ഷഫിക ഉണ്ട് ഇവിടെ. ഷഫിക, താരാപഥത്തിൻ്റെ ഒരു 2 പേര് ശ്വേതാജിക്ക് വേണ്ടിയിട്ട്. ഇത് എപ്പോഴും ഒരു ഗോൾഡൻ മൊമെന്റ് ആയതുകൊണ്ടാണ്. ശ്വേതാജിയെ കുറിച്ച് നമ്മൾ മനസ്സിലോർക്കുമ്പോൾ കുറേ സിനിമകൾ മനസ്സിൽ വരുമെങ്കിലും SPB സാറ് ഇത്രയും മുഴുവൻ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന, റെസ്പെക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും ചിത്രചേച്ചി അങ്ങനെ ഒരു കോമ്പിനേഷൻ, രാജാ സാറിന്റെ പാട്ട്, ആദ്യത്തെ പാട്ട്, മമ്മൂക്ക, വേറെ എന്ത് വേണം ചേച്ചി. അപ്പം അതുകൊണ്ട് ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഞാൻ ഇത് ഷഫികയോട് നേരത്തെ പറഞ്ഞിട്ടേ ഇല്ല. ശ്വേത ചേച്ചി ഇവിടെ വരുമ്പോൾ സമയം നോക്കി ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഷഫിക ഒരു 2 വരിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടാൻ. നവമേഘമേ നവമേഘമേ കൂട്ടിക്കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ നറുചുംബനങ്ങൾ നൽകാരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബന
പ്രേമാമൃതം പെയ്യുന്നിതാ സുഖതമീ നാളി ലലലലലല പ്രണയശലഭങ്ങൾ ലലലലലല അണയുമോ രാഗദൂതുമായി ലലലലലല വർണ്ണദീപശോഭയിൽ എൻ്റെ ഓർമ്മ പുൽകവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ താരാപദം ശീതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ അമീർ ഖാന്റെ കൂടെ അമീർ മൂവിയിൽ ഡാൻസ് ചെയ്ത അതെ. പ്രശസ്തയായ നമ്മുടെ അഭിമാന താരമായ ശ്വേത ചേച്ചിന്റെ കൂടെ ഒരിക്കൽ കൂടെ ഒപ്പം നിന്ന് പാടാൻ വളരെ കഴിഞ്ഞാൽ സന്തോഷം. വലിയ ഭാഗ്യം. താങ്ക് യു. ശ്വേത ചേച്ചി ഈ മെമ്മറി എപ്പോഴും മനസ്സിൽ ഓർക്കുന്നു തോന്നുന്നു ഈ പാട്ട് ഞങ്ങള് അല്ലേ? ഒബ്വിയസ്ലി ഒരു 16 വയസ്സുകാരിക്ക് ആദ്യമായിട്ട് മമ്മൂക്കേൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടുന്നു. അത് SPB സർ അന്ന് നമ്മൾ ഡെമോ മ്യൂസിക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഫൈനൽ കട്ട് ചെയ്യുന്നത്? ഇളയരാജ സാറാണ് പാടിയിട്ടുണ്ടായിരുന്നത്. SPB സാറാണ് ചിത്ര ചേച്ചിയാണെന്നൊന്നും അറിയില്ല. ഇളയരാജ സാർ പാടിയുണ്ട്. അപ്പോൾ ഡെമോ ട്രാക്കിലാണ് നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്ത്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഫൈനൽ ട്രാക്ക് വന്നപ്പോഴാണ് SPB സാർ ചിത്ര അമ്മയാണ് പാടുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒബ്വിയസ്ലി ഇന്നും SPB സാർ എന്ന് പറഞ്ഞാൽ അനശ്വരം എന്തായാലും പാട്ട് ആൾക്കാർ പറയാറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക്സ് എ ലോട്ട്. നമ്മൾ നേരെ Okay, ഷോറൂമിനകത്തേക്ക് നീങ്ങുവാണ്.